ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 18ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സെക്ഷനിൽ നാം ത്രിയേക ദൈവം എന്നുള്ളതായ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വളരെ ദുരുപദേശങ്ങൾ ആ വിഷയത്തിലുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ബഹുദൈവ വിശ്വാസത്തിലാണ് പഠിപ്പിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് അതിനാളത്വം ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പല നിലകളിലൊക്കെയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രധാനമായിട്ടും പറഞ്ഞ ചില വാദമുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ നിലകളിൽ ഈ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ചില കൂട്ടങ്ങളുണ്ട്. അവർ പഠിപ്പിച്ച ചില തെറ്റായ ഉപദേശങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ബാക്കി നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ നടത്തുക. ഒന്ന്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യുക്തി ചിന്തകളുടെ അടിസ്ഥാനത്തിലോ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ഈ തൃത്വോപദേശം പഠിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ദൈവബോധന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളെ പഠിക്കുവാനും പഠിപ്പിക്കാനും ഒക്കെ. പക്ഷേ ഈ തിരുവചന പരിധിക്കുള്ളിൽ നിന്ന് വിട്ടുമാറി തത്വജ്ഞാനത്തിലേക്കും ഊഹാപോഹങ്ങളിലേക്കൊക്കെ മനുഷ്യനെ എടുത്തു ചാടുന്നതുകൊണ്ടാണ് ഈ വിവിധങ്ങളായ ദുരുപദേശങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്നത്. അങ്ങനെ രൂപപ്പെട്ടു വന്ന ദുരുപദേശങ്ങളിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ്റെ തുടർച്ചയായിട്ട് നമ്മളെല്ലാം ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുകയാണെങ്കിലും തൃത്വത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ സെക്ഷൻ്റെ തുടർച്ചയാണിത്. ആരെങ്കിലും കഴിഞ്ഞ സെക്ഷൻ 17ാമത്തെ സെക്ഷൻ കാണാത്തവരുണ്ടെങ്കിൽ 17 കണ്ടിട്ട് 18 പഠിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കൂട്ടരുടെ അവരുടെ വാദമുഖത്തിൻ്റെ പേര് പിതൃ പീഡാനുഭവവാദം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വാദത്തിനുള്ള മറ്റൊരു പേര് ഏക ദൈവാധിശ്വത്വവാദം എന്നാണ്. ദൈവം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവർ 3 ഒന്നാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരായി വെളിപ്പെട്ടു. ആ സമയത്ത് മറ്റവരും ഉണ്ടായിരുന്നില്ല. അതാണ് അവരുടെ പഠിപ്പിൽ. അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ മുഖ്യ ഉപദേശകൻ, അല്ലെങ്കിൽ അവരുടെ ഈ ഉപദേശം പഠിപ്പിച്ച ആൾ പ്രാക്ടിയാസ് എന്ന് പറഞ്ഞ ആളാണ്. പ്രാക്ടിയാസ് അയാളാണ് ഇതിൻ്റെ ഒന്നാമൻ. പുള്ളി പറഞ്ഞത് പിതാവാം ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവായി മനുഷ്യാവതാരം എടുത്തത്. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ പിന്നെ ആരും അവിടെ ഇല്ല, പിതാവ് അവിടെ ഇല്ല. കാരണം പിതാവ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ യേശു ക്രിസ്തുവായിട്ട് മനുഷ്യാവതാരം എടുത്തിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യേശുവിലെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യേശുവിലെ ആത്മാവാണ് പിതാവ്, ശരീരമാണ് യേശു. അങ്ങനെ ഈ 2 ഉപദേശത്തെ താങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ബെറിലും നോബിറ്റീസ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ ഈ ഉപദേശത്തെ പിൻവലിയ ആളുകളാണ്. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവായ ദൈവം തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിതാവിൻ്റെ ആസ്തികത്തിൽ
വരുത്തിയ ഒരു മാറ്റത്തിൽ നിന്ന് പുത്രനായി തീർന്നു അവരെ പഠിപ്പീര്. തൻ്റെ ആസ്തികത്തിൽ വരുത്തിയൊരു മാറ്റത്താൽ പിതാവായ ദൈവം ആരായി തീർന്നു? പുത്രനായി തീർന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം 3 ആളത്തങ്ങളില്ല, ഒരാളേ ഉള്ളൂ. അതെന്ത് ചെയ്തു? ഒരു സമയത്ത് പിതാവായിട്ട് നിന്നു, പിന്നീട് പുത്രനായിട്ട് വന്നു, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു. വേറൊരു ടീമാണ് നോമിനൽ ട്രിനിറ്റേറിയൻസ് എന്ന് പറഞ്ഞൊരു ടീം. നോമിനൽ ട്രിനിറ്റേറിയൻസ് അവർ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. അവരുടെ ഉപദേശം ദൈവം അദൃശ്യനാണ്, ഈ അദൃശ്യനായ ദൈവത്തിൽ നിന്നും ആളത്വമില്ലാത്ത 2 ശക്തികൾ പുറപ്പെടുന്നു. ഒന്ന് ലോഗോസ് അഥവാ പ്രകാശമായത്, 2 പരിശുദ്ധാത്മാവ് അഥവാ ജീവാത്മകമായത്. യേശുവിന്റെ ജനനം മുതലൊക്കെ ലോഗോസിനാൽ അധിവസിക്കപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റേതൊരു പ്രവാചകനേക്കാളും ദിവ്യമായ ചൈതന്യവും ആത്മീയ പ്രകാശവും തന്നിലുണ്ടായിരുന്നു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത് ഈ കാരണത്താലായിരുന്നു. അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ദൈവം ആരാണ്? ദൈവം അദൃശ്യനാണ്. ഈ അദൃശ്യനായ ദൈവത്തിൽ നിന്നും എന്തുണ്ടായി? ആളത്വമില്ലാത്ത 2 ശക്തികൾ പുറപ്പെട്ടു. അത് 1 ലോഗോസ് അഥവാ കർത്താവായ യേശു ക്രിസ്തു, 2 പരിശുദ്ധാത്മാവ്. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ എന്ത് വിളിക്കുന്നത്? ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതാണ് അവരൊരു പഠിപ്പീര്. ഈ ഉപദേശത്തിൻ്റെ പ്രധാന പ്രചാരകൻ പോൾ സബല്യാസ് എന്നിവരായിരുന്നു. 2 പേരാണ്, പോളും സബല്യാസുമായിരുന്നു. അന്തോക്യയിലെ ബിഷപ്പായിരുന്ന പോൾ പ്രസ്താവിച്ചത് ഇങ്ങനെയാണ്: ക്രിസ്തു കേവലം മനുഷ്യനായി ജനിച്ചു. പിതാവിൻ്റെ ജ്ഞാനവും വിവേചനശക്തിയും ക്രിസ്തുവിന്മേൽ ഇറങ്ങിയത് കൊണ്ടത്രേ അത്ഭുതം പ്രവർത്തിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും തനിക്ക് കഴിഞ്ഞത്. സബല്യാസിൻ്റെ ഉപദേശപ്രകാരം ദൈവം ത്രിയേകനായി വെളിപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ താൻ ത്രിയേകനല്ല. പുത്രനായി വെളിപ്പെടുന്നതിന് മുമ്പ് പിതാവ് എന്ന സ്ഥിതിയിൽ അവസാനിച്ചു. പരിശുദ്ധാത്മാവായി വെളിപ്പെടുന്നതിന് മുമ്പ് പുത്രൻ എന്ന അവസ്ഥയ്ക്കും പര്യവസാനം കുറിച്ചു. പുനരുദ്ധാനവും സ്വർഗാരോഹണം ഇവയോടുകൂടെ പുത്രത്വം അവസാനിച്ചു. പുത്രൻ്റെ മനുഷ്യത്വം ദൈവത്വത്തിൽ ലയിച്ചു ചേർന്നു. ഇതൊക്കെയാണ് അവരുടെ പഠിപ്പീരുകൾ. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ രസകരമാണ് കാര്യങ്ങൾ. അതേസമയം മനുഷ്യനെ സത്യവചനത്തിൽ നിന്നും സത്യത്തിൽ നിന്നൊക്കെ അകറ്റിക്കൊണ്ടുപോകുന്ന ഒരുപാട് ദുരുദ്ദേശങ്ങളുണ്ട്. മനുഷ്യൻ പ്രാപിക്കേണ്ടതായ രക്ഷ പ്രാപിക്കാതെയും ദൈവസനിലേക്ക് അടുത്തു വരാതിരിക്കാൻ വേണ്ടി ശത്രുവായവൻ ഈ ഇങ്ങനെയുള്ളതായ ദുരുദ്ദേശങ്ങളെ പഠിപ്പിച്ചു വിടുകയാണ്. അത് വിശ്വസിച്ച് ആ ശിക്ഷാവിലകപ്പെടുന്നതായ മനുഷ്യ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ് അറിയൂസ് എന്ന് പറഞ്ഞ ചങ്ങാതി. അദ്ദേഹത്തിൻ്റെ വാദമുഖത്തോടുള്ള ബന്ധത്തിലാണ് നിക്യ സുനൂദോസ് കൂടി ഇടയായിത്തീർന്നത്. അദ്ദേഹം അലക്സാന്ദ്രിയയിലെ ബിഷപ്പായിരുന്നു. അറിയൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ക്രിസ്തു ദൈവമല്ല, കേവലം സൃഷ്ടിയാണെന്ന് പഠിപ്പിക്കണം അതിന് തുടങ്ങിയത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ് അതിന് ചെയ്യുന്നത്. പുത്രൻ്റെ ആസ്തിക്യത്തിന് വളരെ പഴക്കമുണ്ടെങ്കിലും അതിന് ആരംഭമുണ്ട്. പിതാവ് ദൈവമായിരിക്കുന്ന അതേ നിലയിൽ പുത്രൻ ദൈവമല്ല. സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് ദൈവം ഒരു സത്യത്തെ ഭവിപ്പിച്ചു. സൃഷ്ടികർമ്മങ്ങൾ നടത്തിയത് പ്രസ്തുത സത്യത്തിൻ്റെ സഹായത്താലാണ്. ലോഗോസ്, ജ്ഞാനം, ദൈവപ്രതിമ എന്നിങ്ങനെയും ആ സത്യം അറിയപ്പെടുന്നു. ഉണ്ടോ? അറിയൂസിൻ്റെ വാദം കണ്ടോ? ക്രിസ്തുവിന് എന്തില്ല? ദൈവത്വമില്ല. ക്രിസ്തു കേവലം ഒരു സൃഷ്ടിയാണ്. എല്ലാം സൃഷ്ടിക്കുന്ന വേളയിൽ സൃഷ്ടിച്ച ഒരാളാണെന്നാണ് അറിയൂസിൻ്റെ വാദമുഖം. അല്ല, അദ്ദേഹം പിന്നെ പറയാ
ഇതിനേക്കാൾ താണ നിലയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു സത്യമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ സുപ്രീം കോടതിയായിട്ട് പിതാവായ ദൈവം താണ നിലവാരത്തിൽ സൃഷ്ടിയായിട്ട് കർത്താവായ യേശുക്രിസ്തു, അതിലും താഴ്ന്നു നിൽക്കുന്നതായ ഒരു ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിലുണ്ടായിരുന്നത്. ലോഗോസ് ദൈവത്തോട് സമത്വമുള്ളവനല്ല, അഥവാ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോട് സമത്വമുള്ളവനല്ല. യുഗാതിയുഗങ്ങൾ മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോഗോസ് സൃഷ്ടിക്കപ്പെട്ടു. ലോഗോസ് അനന്യനല്ല, എങ്കിലും താൻ സമ്പൂർണനാണ്. നന്മ തിന്മ തിരഞ്ഞെടുത്തതുകൊണ്ട് ദൈവത്തിലേക്ക് താൻ അവരോധിക്കപ്പെട്ടു. വീണ്ടെടുപ്പ് സാധിക്കപ്പെട്ടത് ലോഗോസിനിലാണ്. ആദിയായവയും ആറിയസിൻ്റെ പദങ്ങളായി. ഇതൊക്കെയാണ് ആറിയസ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ. ദൈവത്തോട് എന്തില്ല? ദൈവത്തോട് സമനല്ല എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നമ്മൾ വചനം പറയും, വചനം പറഞ്ഞാണ്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചുകൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദാസരൂപമെടുത്തു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ശുഭം പഠിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തു എന്തില്ല? ദൈവത്തോടുള്ള സമത്വമൊന്നും ഇല്ലെന്നാണ് വചനം പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ്? ലോഗോസ് അനന്യനല്ല, മാറ്റമില്ലാത്തവനല്ല. നമ്മളെ പ്രയോജനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും എന്നേക്കും അനന്യനാണ്. ഉണ്ടോ? ഇവരുടെ വാദമുഖങ്ങൾ ദൈവവചനത്തിന് എതിരായിട്ട് നിൽക്കുക എപ്പോഴും. യേശുക്രിസ്തു അനന്യനല്ല എന്നവർ പറയുമ്പോൾ ദൈവവചനം യേശുക്രിസ്തു അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ് എന്ന് പഠിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള ദുരുദ്ദേശങ്ങൾ എല്ലാ തലമുറയിലും വ്യത്യസ്തങ്ങളായ ദുരുപദേശക സംഘങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. കുറേ പേരെയൊക്കെ അവർ ഈ ദുരുപദേശം പറഞ്ഞ് അവരെ കൂടുതലാക്കിയിട്ടുമുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവരും പഠിക്കുന്ന പ്രിയപ്പെട്ടവർ സത്യവചനത്തെ ഉള്ളതുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കി തരുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം പരിശുദ്ധാത്മ സഹായത്തോടെ പഠിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കിത് വെളിപ്പെടുത്തി തരണം, എനിക്കിത് മനസ്സിലാക്കി തരണം, നിന്നെ ഉള്ളതുപോലെ അറിയുവാൻ, നിന്നെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ, നിന്നെ സേവിക്കേണ്ടതുപോലെ സേവിപ്പാൻ കൃപകര ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ, നമുക്ക് അവരുടെ അടുത്ത കുറച്ച് പഠിപ്പിക്കുന്നത് ചിന്തിക്കാം. നമുക്ക് AD 325 നിക്കയിലാണല്ലോ ഇവിടെ സുനഗോദോസാണ്. നിക്കിയ സുനഗോദോസ് അറിയാമല്ലോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ആ സുനഗോദോസ് കൂടുവാനുള്ള ഒരു കാരണം തന്നെ ഈ ആർയൂസിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് കുസ്തുന്തിനോസ് ചക്രവർത്തി വിളിച്ചു കൂട്ടിയ സുനഗോദോസ് ആയിരുന്ന ചരിത്രകാരന്മാർ പറയുന്നത്. ഏകദേശം 318 ബിഷപ്പുമാർ ആ സുനഗോദോസിലുണ്ടായിരുന്നു പറയുന്നു. 318 ബിഷപ്പുമാർ കുസ്തുന്തിനോസ് ചക്രവർത്തി വിളിച്ചുകൂട്ടി AD 325 നിക്കിയയിൽ വെച്ച് കൂടിയ സുന്നഗോദോസാണ് എന്ത്? നിക്കിയ സുന്നഗോദോസ്. കുറഞ്ഞ വർഷം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ദൈവനം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അനേക ദൈവദാസന്മാർ അവരൊരായുസ് മുഴുവനും ദൈവനം പഠിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ട് ചിലവഴിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഇതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വരും തലമുറയ്ക്ക് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ ചിലരിത് പഠിപ്പിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഞങ്ങളൊക്കെ തീരാറായി ഉണ്ടല്ലേ. എൻ്റെ ഇവിടുത്തെ പെയിൻ്റൊക്കെ മാറി തുടങ്ങി. അതിന് താമസിയാതെല്ലാം മൊത്തം കുമ്പളങ്ങ പോലെയാവും. എപ്പോഴാണ് വന്ന് ഇനി കുമ്പളങ്ങ ആവണമെന്ന് വിളിക്കുമെന്നും അറിയില്ല.
അപ്പോൾ വിളിച്ചാൽ വരും തലമുറ ദൈവനം പഠിക്കണ്ടേ? നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുക. ഈ ശബ്ദം ഇവിടെ കിടക്കും കർത്താവ് വരുന്നവരെ, അല്ലേ? ഞങ്ങൾക്ക് ചത്തുപോയാൽ ഞങ്ങളുടെ ശബ്ദമൊക്കെ ഇവിടെ കിടക്കും. കഴിഞ്ഞ തലമുറയിലൊക്കെ ശക്തമായിട്ട് പ്രസംഗിച്ച വചനം പഠിപ്പിച്ച ദിദാസ്മറിൽ പലരുടെയും വീഡിയോസ് ഇപ്പോൾ കിട്ടാനില്ല. കാരണം അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഒരു മെസ്സേജ് വീഡിയോ പിടിച്ച് റെക്കോർഡ് ചെയ്തൊക്കെ ഇടാൻ എളുപ്പമുള്ള കാര്യമില്ലായിരുന്നു. അഥവാ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ തന്നെ ആ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ചിലവൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീഡിയോ കാസറ്റ് മേടിക്കാൻ എത്ര രൂപ കൊടുത്തുള്ള വീഡിയോ കാസറ്റ് കിട്ടുക, CD കിട്ടിയ എത്ര കാശ് കൊടുക്കണമായിരുന്നു? അതിന് മുമ്പുള്ള കാസറ്റിൽ എത്ര കാശ് കൊടുക്കണം? എന്നാൽ ആ കാലഘട്ടമൊക്കെ മാറി, അല്ലേ? ഇപ്പം ഞാൻ ഭൂമിയുടെ ഒരു മൂലയ്ക്കിരുന്ന് പ്രസംഗിച്ച് അത് ഷെയർ ബട്ടൺ അല്ലെങ്കിൽ അപ്ലോഡിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലൈവായിട്ട് വരാപ്പോൾ നിങ്ങൾ ആ സ്പോട്ടിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്പോട്ടിൽ ആ സെക്കൻഡിൽ കാണുക സംഭവം. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, ദൈവനം പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ആവോളം ഈ സൗകര്യം ഉപയോഗിക്കുക. ഈ സോഷ്യൽ മീഡിയയിലെ ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുക. യൂട്യൂബ് ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ ഉപയോഗിക്കുന്നു, വാട്സപ്പ് ഞങ്ങൾ ഉപയോഗിക്കുന്നു. എന്തിനാ? ദൈവവചനത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കിട്ടിയ വിളിച്ച് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. നിങ്ങളത് അണയാതെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഒരു തലമുറയ്ക്ക് വേണ്ടി കൈമാറുകയും കൂടെ ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. കർത്താവിൻ്റെ പോലെ താമസിച്ചാൽ, കർത്താവ് ആയുസ്സുമാരും തരുന്നെങ്കിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമായാൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. എൻ്റെ കുറേ പുസ്തകങ്ങൾ വായിച്ചു കുറേ കാലങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പഠിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ മണ്ണിലേക്ക് വയ്ക്കുമ്പോൾ ആ പഠിച്ച കാര്യം അവിടെ മണ്ണിലടിക്കുമായിരുന്നു. അതായത് ഞങ്ങൾ എന്ത് ചെയ്തു? കിട്ടിയ സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കുഴിച്ചിടരുത്. താലന്ത് കുഴിച്ചിട്ട് വന്നപ്പോൾ നിങ്ങൾ താലന്ത് കുഴിച്ചിടരുത്. നിങ്ങളത് വ്യാപാരം ചെയ്യണം. ഞങ്ങൾ ചിലപ്പോൾ 100 പേരിലേക്ക് എത്തിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ നാളെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കണം. അല്ല, ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ പാഠ്യപദ്ധതി തുടങ്ങിയതിന് ശേഷമുള്ള സ്റ്റുഡൻസിൻ്റെ ഹാജർ അത് പരിശോധിച്ചപ്പോൾ ഏകദേശം 42,000-ലധികം പേര് ഇതിൻ്റെ വിവിധ സെക്ഷനുകളായി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചെങ്ങനെയാണ് ഈ 42,000 പേരും ഒരാളൊരു 10 പേരോടെങ്കിലും അറിയിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുക. ആ ലക്ഷക്കണക്കിന് ആളുകൾ അവരൊരു 10 പേരോടൊക്കെ അറിയിച്ചു തുടങ്ങിയാൽ ആ ലക്ഷം പിന്നെ കോടികളിലേക്ക് മാറാടിയായി തീരും. ദൈവവചനം ശക്തമായി പരക്കുവാനിടയായി തീരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക, മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് ശക്തമായി വെളിപ്പെടുത്തി വരേണ്ട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പം അങ്ങനെ ഇവർ AD 325 318 ബിഷപ്പുമാർ കൂടി കുസ്തന്ത്യോസ് ചക്രവർത്തിയുടെ ആവശ്യപ്രകാരം അവർ ഒരുമിച്ച് കൂടി. അവർ ആ സമയത്ത് പ്രധാനപ്പെട്ട 2 ഗ്രീക്ക് പദങ്ങളെയാണ് അടിസ്ഥാനമാക്കി അവർ ചർച്ച നടന്നത്. ഒന്ന് ഹൊമിസിയോൻ എന്നൊരു പദമാണ്. 2 അതിനെ ഹൊമൗസിയോൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹൊമോസിയോൻ അല്ലെങ്കിൽ ഹൊമൗസിയോൻ ഈ 2 പദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പഠനം തുടങ്ങുന്ന പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഹൊമോസിയോൻ എന്നതിന് പുത്രൻ സാരാംശത്തിൽ പിതാവിനോട് സമൻ എന്നർത്ഥം. ഹൊമോസിയോൻ എന്ന് പറഞ്ഞാൽ പുത്രൻ സാരാംശത്തിൽ പിതാവിനോട് സമം എന്നർത്ഥം. ഹൊമൗസിയോൻ എന്നതിന് സാരാംശത്തിൽ സാമ്യം എന്നുമർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ ഒരു സംയുക്ത സ്വരം, അതിന് വ്യത്യാസം മാത്രമേ പ്രസ്തുത വാക്കുകളുള്ളൂ. പുത്രൻ്റെ പ്രകൃതി പിതാവാം ദൈവത്തോട് സാമ്യമുള്ളതാണെന്ന് വാദിച്ചാൽ പുത്രൻ സൃഷ്ടിക്കപ്പെട്ടവനും താഴ്ചയുള്ളവനുമാണെന്ന് ചിന്തിക്കാനിടയാകും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഈ വാദം
തൃത്വത്തെ പ്രത്യക്ഷമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഈ അറിയൂസിൻ്റെ ഈ പാഷാണ്ഡ മതത്തെ എതിർത്തവരിൽ അഗ്രണ്യനായിരുന്ന അത്താനിയോസ് നിക്കോസുനോദോസിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ ചില കാര്യങ്ങളെ നമ്മൾ താഴെ വിവരിക്കുകയാണ്. അത് മറ്റൊരു ദേവദാസൻ എഴുതിയതാണ്. KG കുര്യൻ എന്ന് പറയുന്ന ആൾ അതിനെപ്പറ്റി ഇങ്ങനെ എഴുതിയത്: പുത്രൻ എന്ന പേര് രണ്ടാമത്തെ ആളത്വത്തിൻ്റെ ദൈവത്വം കാണിക്കാനാണ് തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഗോസ് അനാദിയായും ശാശ്വതമായും യാഥാർത്ഥ്യമായും പ്രകൃതിയാ തന്നെയും ദൈവപുത്രനാണ്. കേവലം ഭാവനയിൽ മാത്രമല്ല. പിതാവെന്ന സംജ്ഞ ആദ്യത്തെ വ്യക്തിയുടെ സനാതന പ്രകൃതിയെ കുറിക്കുന്നു. അത് വെറും അലങ്കാര പ്രയോഗമല്ല. പിതാവ് എന്ന നില ആദ്യത്തെ വ്യക്തിയുടെ ദൈവത്തിന് കോട്ടം വരുത്തുന്നില്ലെങ്കിൽ പുത്രൻ എന്ന പേര് രണ്ടാമൻ്റെ ദൈവത്വത്തിനും ഹാനികരമല്ല. ദൃഷ്ടാന്തമായി എബ്രായർ 1:8, മത്തായി 28:19 ഭാഗങ്ങൾ കാണാൻ വായിക്കുക. ആകയാൽ പുത്രത്വം എന്ന് പറയുന്നത് ഒരേ പ്രകൃതിയിൽ അഥവാ സാരാംശത്തിൽ പങ്കാളിയായി ഇരിക്കുന്ന അതിനെ ഉദ്ദേശിച്ചതാണ്. സൃഷ്ടികളിൽ ഇത് സാധിക്കുന്നത് ലൈംഗിക ബന്ധത്തിലും ഭൗതിക രൂപത്തിലുമാകുന്നു. സൃഷ്ടികളിലും ലിംഗബന്ധം കൂടാതെ ഉണ്ടായ ചിലരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. ഹവ്വ ആദാമിൻ്റെ സ്വഭാവത്തിൽ പങ്കുകൊണ്ടതും നമ്മുടെ കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ചതും ലൈംഗിക ബന്ധം കൂടാതെയാണല്ലോ. ഇതുപോലെ പുത്രൻ പിതാവിൻ്റെ സാരാംശത്തിൽ ഭാഗമാകുന്ന പിതമാത്മീകവും അതീതവും അഗോചരവുമായ ഒരു നിലയിലാണ്. അതുകൊണ്ട് പുത്രൻ എന്ന നാമം ഒരു താൽക്കാലിക ബന്ധത്തെയല്ല, നിത്യമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. പിതാവെന്നും പുത്രനെന്നും പിതാവ് എന്നും പിതാവാണ്, പുത്രനെന്നും പുത്രനാണ്. പിതാവെന്നും പുത്രനെന്നും എന്നുള്ള ബന്ധം ദൈവത്വത്തിലെ അഭേദ്യവും അനിവാര്യവും അനാദിയുമായൊരു ബന്ധമാണ്. ഇത് മനുഷ്യൻ പിതാവാകാതെ തന്നെ മനുഷ്യനായിരിക്കാം. എന്നാൽ പിതാവായ ദൈവം ദൈവമാകാതെ പിതാവായിരിക്കാനോ ദൈവമല്ലാതെ പിതാവായിരിക്കാനോ കഴിയുകയില്ല. പുത്രനെ ഏകജാതൻ എന്ന് വിളിക്കുന്നതിൻ്റെ ന്യായം അറിയൂസ് പറയുന്നത് വളരെ വിചിത്രമായിരുന്നു. ദൈവം തനിയെ പുത്രനെ സൃഷ്ടിച്ചു. ഇതിന് അത്താനിയോസിൻ്റെ പ്രത്യുക്തി ഇങ്ങനെയാണ്: പുത്രനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ഒഴിഞ്ഞ പാത്രമായി തീർന്നു. തന്നിമിത്തം മറ്റുള്ളതിനെല്ലാം സൃഷ്ടിക്കുന്ന ചുമതല പുത്രൻ്റെ മേൽ വന്നു. അതീതനും അപ്രാപ്യനുമായ ദൈവം നേരിട്ട് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നത് സൃഷ്ടികൾക്ക് ഹാനികരമായതിനാലാണ്. ഇതൊക്കെ അറിയൂസിൻ്റെ വാദങ്ങളാണ് കേട്ടോ. ഒരു മധ്യസ്ഥനായ പുത്രനെ സൃഷ്ടിക്കേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ഒരു സൃഷ്ടിയായ പുത്രനെ സൃഷ്ടിക്കുന്നതിന് ഒരു മധ്യവർത്തിയുടെ ആവശ്യം ഉണ്ടാകാഞ്ഞത് എന്തുകൊണ്ട്? സൃഷ്ടിക്കപ്പെടുന്നത് സകലത്തിനും ഇടയ്ക്കൊരു മുഖാന്തരം വേണമെന്ന് വന്നാൽ സൃഷ്ടിയേ ഉണ്ടാകാനിടയില്ല. ദൈവം പുത്രനെ മാത്രം നേരിട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഏകജാതനായ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായതെന്നുള്ള അറിയൂസിൻ്റെ വാദം അർത്ഥശൂന്യവും വേദവിപരീതവുമെന്ന് അത്താനിയോസ് സമർത്ഥിച്ചു. പുത്രൻ അനാദിയായി പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ മാനുഷിക ജനനത്തിൻ്റെ ചിന്തകൾക്കും വസ്തുമയമായ സങ്കല്പങ്ങൾക്കും സ്ഥാനമില്ല എന്നും അത്താനിയോസ് എടുത്തു പറയുന്നു. രണ്ടാമത്തെ പ്രധാന ഘടകം ഇതാണ്: ജനിപ്പിച്ചു എന്ന് പറയുന്നത് സാരാംശത്തെയല്ല, ആളത്വത്തെയാണ്. ജനിപ്പിച്ചു എന്ന് പറയുന്നത് സാരാംശത്തെയല്ല, ആളത്വത്തെയാണെന്ന് ആണ് പ്രസ്തുത വസ്തുതയാണ്. അടുത്തത് പിതൃത്വം, പുത്രത്വം, പുറപ്പാട് എന്നീ 3 നിലകളിലാണ് പിതൃപുത്ര പരിശുദ്ധാത്മാക്കൾ ഒരേ സാരാംശത്തിൽ പങ്കാളികളായിത്തീരുന്നത്. റിച്ചാർഡ് ഹുക്കർ പറയുന്നു, തൃത്വത്തിലെ ആളത്വം 3 സാരാംശം ഉള്ളവരും അതേസമയം പൊതുവായ ഒരു സ്വഭാവം ഉള്ളവരും എന്നർത്ഥമാക്കരുത്. സാരാംശമുള്ള 3 വ്യക്തികൾ എന്നാൽ ഓരോരുത്തർക്കും ആ സാരാംശം ലഭിച്ചിരിക്കുന്ന വിധത്തിൽ അവരുടെ വ്യക്തിത്വത്തെ വേർതിരിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ബിഷപ്പ്, പ്രസ്ബിറ്റർ, ഡീക്കൻ എന്നിവരുടെ തുല്യരാണെന്നും അതിനാൽ ഉയർച്ച താഴ്ചയുണ്ടെന്നും അറിയൂസ് വാദിച്ചു. ഇവിടെ 1-2 കാര്യം കൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തൃത്വം പുറപ്പെടുന്നില്ല, പരിശുദ്ധാത്മാവ് മാത്രമാണ് പുറപ്പെടുന്നത്. 1-ാമത്തെയും 3-ാമത്തെയും വ്യക്തികൾക്ക് ഏകജാതൻ എന്ന പേരില്ല. 2-ാമത്തെ വ്യക്തിയായ പുത്രനെ മാത്രമേ അങ്ങനെ വിളിക്കുന്നുള്ളൂ. പിതാവോ പരിശുദ്ധാത്മാവോ പുത്രൻ ആകുന്നില്ല. പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ തൃത്വത്തിൻ്റെ പിതാവെന്ന ആശയമില്ല, പുത്രൻ്റെ പിതാവെന്നും മാത്രമാണ് അർത്ഥമാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പിതാവുമല്ല.
അങ്ങനെ തിരുവഴുത്തിൽ ഒരിടത്തുമില്ല. തൃത്വത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവായുള്ളൂ. സാരാംശവും ആളത്വവും വേർതിരിച്ചറിയുന്നതിനാണ് വിവരണമെല്ലാം ആവശ്യമായി വന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പേരുകൾ അന്യോന്യം ബന്ധത്തെ കാണിക്കുന്ന പദങ്ങളാണ്. യജമാനൻ എന്ന വാക്ക് ദാസൻ എന്ന വാക്കിനോടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. യജമാനൻ, ദാസൻ, അപ്പൻ, മകൻ, ഭർത്താവ്, ഭാര്യ ഇവയെല്ലാം ബന്ധാർത്ഥകമായ സംജ്ഞകളാണ്. ഇതിനെ തെറ്റിച്ചുകൊണ്ട് അൽക്കോൻ എന്ന വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കുക. പുത്രൻ്റെ പിതാവെന്നും പിതാവിൻ്റെ പുത്രനെന്നും നമുക്ക് പറയാം. പിതാവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ശരിയാണെങ്കിലും ആത്മാവിൻ്റെ പിതാവ് എന്ന് പറയുവാൻ പാടില്ല. അങ്ങനെയായാൽ പിതാവ് രണ്ടുണ്ടെന്ന് വരും. പുത്രൻ്റെ ആത്മാവെന്ന് പറയാമെങ്കിലും ആത്മാവിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് തെറ്റായിരിക്കും. കാരണം അത് രണ്ടും പുത്രനുണ്ടെന്ന് കാണിക്കുന്നതിനെയാണ്. ഇവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളുമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും ഈ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ അഗ്രാഹ്യവും ഭാവനാതീതവുമായ തത്വത്തെക്കുറിച്ച് പലവിധത്തിലുള്ള വാദപ്രതിവാദങ്ങളും നിത്യാസ ദിവസം നടന്നു. അതിൻ്റെ ഫലമായി ത്രിയേകത്വത്തിലെ മൗലിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസ പ്രമാണം രൂപവൽക്കരിക്കുകയും അറിയൂസിനെ വേദവിവേദിയായി പുറന്തള്ളുകയും ചെയ്തു. നിക്കയിലെ തൃത്വ സിദ്ധാന്തത്തെ ആധുനിക സഭാചരിത്രകാരന്മാരിൽ പ്രഥമഗണീയനായ ഡോക്ടർ ഫിലിപ്പ് ഷേഫ് സമാഹരിച്ചിരിക്കുന്നതിനെ ക്രിസ്തുരൂപം ഇവിടെ ചേർക്കുന്നത് പ്രധാനമാണ്. ഞങ്ങൾ എൻ്റെ ഒരു ക്രിസ്തുരൂപം പറയുകയാണ്. ദൈവത്തിൽ ഒരു സാരാംശമേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമസ്വഭാവമുള്ളവരാണ്. ഇവരെ വിഭജിക്കുവാനോ ഒരാളിനെ കൂടാതെ മറ്റൊരാളുണ്ടെന്ന് പറയുവാനോ സാധ്യമല്ല. സാരാംശം എന്ന് പറയുന്നത് ആളത്വത്തെയല്ല, ഇനത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യരെല്ലാം ഒരേ പ്രകൃതിയുള്ളവരാണ്, മനുഷ്യപ്രകൃതി. എന്നാൽ വ്യക്തികൾ എന്ന നിലയിൽ അവർ അസംഖ്യമായിരിക്കുന്നു. തൃത്വത്തിൽ സാരാംശത്തിൻ്റെ ഐക്യം മാത്രമല്ല, സംഖ്യയുടെ ഐക്യം കൂടി പ്രധാനമാണ്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ എന്നീ 3 മനുഷ്യരുടെ യോജിപ്പ് മാത്രമല്ല തൃത്വത്തിലെ വ്യക്തികൾക്കുള്ളത്. അവർ ഒരു ദൈവമാണ്. അവരുടെ സാരാംശം വ്യത്യാസപ്പെടുകയോ അവരുടെ എണ്ണം വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ സകല പൂർണ്ണതയും ഓരോ വ്യക്തിയിലും തുല്യ നിലയിൽ വസിക്കുന്നു. ഓരോരുത്തരിലും ഓരോ പ്രത്യേക നിലയിലാണെന്നേ ഉള്ളൂ. മൂലതത്വമായി പിതാവിലും ആദിജനനം വഴി പുത്രനിലും പുറപ്പാട് മൂലം പരിശുദ്ധാത്മാവിലും വസിക്കുന്നു. ഈ സാരാംശത്തിൽ 3 വ്യക്തികളുണ്ട്. ഈ 3 ആളത്വം ദൈവത്തിൻ്റെ 3 വിശേഷ ഗുണങ്ങളോ ഏകദൈവത്തിൻ്റെ 3 പ്രത്യേകതകളോ അല്ല. പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു. ദൈവമനുഷ്യൻ എന്ന നിലയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രൻ അയക്കുന്ന വേറൊരു കാര്യസ്ഥൻ. വേർതിരിഞ്ഞ 3 ദൈവങ്ങളല്ല. അങ്ങനെയെങ്കിൽ ത്രിയേക ദൈവമല്ല, ത്രിദൈവങ്ങളായിരിക്കും. ഏകദൈവത്തിൻ്റെ 3 പ്രത്യേക സ്വഭാവങ്ങളുമല്ല. ഇത് സബല്യൻ ദുരുപദേശമായിരിക്കും ഭവിക്കുക. വേർതിരിച്ചറിയാവുന്ന സ്ഥിതിയിൽ 3 വ്യക്തികൾ ഏകദൈവത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് സത്യവിശ്വാസം. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്. നിത്യത്വം, സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപകത്വം എന്നിത്യാദി ദൈവിക സാരാംശത്തിൻ്റെ പൊതുവായ വിശേഷ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടതാണ് ഇവ. അതേസമയം ഓരോ വ്യക്തിക്കുമുള്ള പ്രത്യേകത അന്യോന്യം വെച്ച് മാറുവാൻ പാടില്ലാത്തവണ്ണം അവരവർക്ക് മാത്രമുള്ളതാണ്. ആദ്യത്തെ വ്യക്തിക്ക് മാത്രമുള്ളതാണ് പിതൃത്വം, അത് പുത്രനില്ല. പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന വിശേഷത രണ്ടാമത്തെ വ്യക്തിക്ക് മാത്രമുള്ളതാണ്, അത് പരിശുദ്ധാത്മാവിനില്ല. പുറപ്പെടുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയാണ്. വേറെ വിധമായി പറഞ്ഞാൽ പിതാവ് ജനിക്കുന്നില്ല. പുത്രൻ ജനിച്ചവനാണ്, സൃഷ്ടിയല്ല. പരിശുദ്ധാത്മാവ് പുറപ്പെടുകയാണ്, ജനിക്കുകയല്ല. ഈ പ്രത്യേകതകൾ സാരാംശത്തെയല്ല, വ്യക്തിത്വത്തെ മാത്രം ബാധിക്കുന്നവയാണ്. സാരാംശം ജനിക്കുകയോ പുറപ്പെടുകയോ ചെയ്യുന്നില്ല. 3 വ്യക്തികളും അന്യോന്യം ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഇത്ര അഭേദ്യമായ കൂട്ടായ്മയും ബന്ധവുമുണ്ട്. ധനാദിയായ ദൈവിക സാരാംശത്തിലുള്ള ഒരു സർഗവിശേഷമാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാൻ 14:10-11 കർത്താവ് പറഞ്ഞ കാര്യമാണത്. ദൈവമനാദിയായി ത്രിയേകനാണ്. ദൈവസാരാംശം ത്രിയേകത്വപരമാണ്. അതുകൊണ്ടാണ് ത്രിയേകനായി വെളിപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടി, വീണ്ടെടുപ്പ്, സംരക്ഷണം ഇവയിൽ കാണുന്ന തൃത്വ വെളിപ്പാടിനെയാണ് നാം ആദ്യം ഗ്രഹിക്കുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ ദൈവം അനാദിയായി ത്രിയേകനായിട്ടാണ് സ്ഥിതി എന്നുള്ള വാസ്തവം മറന്നിരിക്കുന്നു. പുത്രൻ സാരാംശത്തിൽ
ഇല്ലെങ്കിലും ക്രമത്തിൽ പിതാവിന് താഴെയാണെന്ന് നിക്കയിലെ പിതാക്കന്മാർ പറയുന്നുണ്ട്. എന്നാൽ പിതാവ് പുത്രനിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിലും ഈ കീഴ്പ്പെടൽ ശരിയാണ്. നിത്യവിശ്വാസത്തെ പടിഞ്ഞാറൻ സഭയിലെ പ്രധാനമായി എടുത്തു പറയുന്നത് പിതാവ് ഹിലാറിയാണ്. എന്നാൽ നിക്കയ്ക്ക് മുമ്പ് ഉപദേശിച്ചിരുന്നത് പോലെ പുത്രൻ സാരാംശത്തിലും താണവനാണെന്ന വ്യാഖ്യാനം സാരാംശത്തിലെ സമത്വം എന്ന് നിക്ക പ്രഖ്യാപനമായി ക്രമേണ തിരോഭവിച്ചു. ഇത് ഈ യേശുക്രിസ്തു ദൈവത്വത്തെ നിഷേധിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണെന്നാണ് ഈ സെക്ഷൻ. അത് അങ്ങനെ പറയുന്ന ചില വാദങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ലക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. എങ്കിലും എന്താണ് തൃത്വ നിഷേധികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതിനെന്താണ് നിക്ക സുന്നതോസിൽ കൊടുത്ത മറുപടി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചത്. നമുക്ക് ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വിശേഷാൽ ഈ തൃത്വ നിഷേധക്കാർ ഈ തലമുറയിലും നമ്മുടെ അടുക്കലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുടെ ദുരുദ്ദേശം കുടുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നമ്മെ സമർപ്പിക്കാം. അതിനുമുള്ളപോലെ പഠിച്ച് ദിവസത്തിൽ പിന്നെയും കർത്താവിന് വേണ്ടി പ്രലോഭനം പങ്കെടുത്ത് നമ്മളിൽ സഹായിക്കുമ്പോഴാകട്ടെ. ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ എന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇതിൽ നല്ല സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ ദൈവത്തിൻ്റെ ആളത്വങ്ങൾ പഠിക്കാൻ കൃപ നൽകണമേ കർത്താവേ. അടിയിൽ ലഭിച്ച കൃപയ്ക്കവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പോരാത്ത പരിശ്രമം പൂരിപ്പിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ആളത്വങ്ങളുടെയും പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാൻ, ദൈവിക സമത്വം മനസ്സിലാക്കുവാൻ ഞങ്ങൾ കൃപ നൽകുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്ന മക്കളെല്ലാം കൂടെ അനുഗ്രഹിച്ചാട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരെടുത്ത് അനുഗ്രഹിച്ചാട്ടെ. പഠിക്കുന്നവരെല്ലാം കൂടെ അനുഗ്രഹിച്ചാട്ടെ. നമുക്ക് പിന്നെ ഏത് ദിവസങ്ങളെ പഠിക്കുന്ന കൃപ നൽകിയാട്ടെ. തിരുനാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുനാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനും ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഒരു താമസം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.